നീ ആവശ്യമില്ലാത്ത കൂടുതൽ ചിന്തിക്കാൻ വേണ്ട. നരയൊക്കെ വരും. ഞാൻ കണ്ടല്ലേ ഏട്ടാ. എന്തോടി എന്തോ തറയുന്ന നുള്ളി പറക്കി എടുക്കണേ? ഓ ഞാനടുത്ത് സ്വർണ്ണാന്നടാ. ഇത് മുത്താണല്ലോ. നീ ചിരിച്ചായിരുന്നു ഇവിടെ വന്നിട്ട്? അയ്യോ കഴിച്ചാ? കഴിച്ചു. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഒരു ഫുൾ കൈ ഷർട്ട് തന്നെ നിന്റെ പഴയത് മതി. ഫുൾ കൈയാ? എന്റെ കണക്കാവോ? എന്ത് നീ തടിച്ചോണ്ട് വരല്ലേ? എനിക്ക് പണ്ടത്തെ പോലെ തടിയുണ്ട് ഇപ്പൊ. പക്ഷെ കുറവുണ്ട്. എടുത്ത് വെച്ചേക്കണേ. പണിക്കിടാനിത് കാക്കി ഫുൾ കൈ ഉണ്ടോ? ഫുൾ കൈ ഇല്ലല്ലോ നിനക്ക്. ശരി. പിന്നെ പോയി? അത് രാവിലെ എന്താണ്ട് അഡ്മിഷന്റെ കാര്യം ശരിയാക്കാനോ എന്തോ പറഞ്ഞ അങ്ങോട്ട് പോയിട്ടുണ്ട്. നീ എപ്പോ പോയി? ഞാനൊരു 9:30-10 മണിയായപ്പോ പോയി. ഊണില്ലേ? വരണ്ടാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ 3 മണിയാകുമ്പോഴല്ലേ വരുള്ളൂ. അപ്പൊ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ നീ രാവിലെ പോവും, ഉച്ചയ്ക്ക് ശേഷം വരണമെന്ന് പറഞ്ഞായിരുന്നു. എന്തിനാ നീ ക്ലീറ്റാനെ അന്വേഷിക്കണേ? പിന്നെ നിന്റെ ഫോൺ അവിടെ? ഫോൺ നിന്റെ ഉള്ളിലുണ്ട്. അവന് ഫോണൊക്കെ വരുന്നില്ലേ? ഇപ്പൊ എപ്പോഴും ഫോണിൽ തന്നെ ഒരു കിടക്കണ ഫോണും കൊണ്ട്. പിന്നെ പെറ്റിട്ടത് ക്ലീറ്റോനെ ഫോണും കൊണ്ടല്ലേ. അത് ആ ചെവിട്ടിലാണ്ട് പറ്റി പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കാന്നാ തോന്നണേ. എപ്പോഴും ഫോണാ. വേറെ ആരെങ്കിലും ഫോൺ വരാറുണ്ടോ അവന്? ആരുടെ? അല്ല, എന്നും വിളിക്കാത്തവരാരെങ്കിലും വിളിക്കാറുണ്ടോ? എനിക്കറിയാൻ പാടില്ല ആരൊക്കെ വിളിക്കണേന്ന്. എന്നും വിളിക്കണേ. പിന്നെ ഇന്നൊരു യു വിളിച്ചിട്ടുണ്ടായിടാ. യു ഫോണിൽ പേരില്ലേ? എന്താ ഊടായിപ്പെന്ന് പറഞ്ഞു. ആരാന്നറിയാ. എന്താണ്ട് അഡ്മിഷൻ കാര്യത്തിന് വേണ്ടിട്ട് അങ്ങോട്ട് മാറി സംസാരിക്കണുണ്ടായി. അപ്പൊ ശല്യാന്ന് പറഞ്ഞു. എന്താ നിന്റെ പ്രശ്നമുണ്ടോ? പൈസ അല്ല, തന്നെ അവൻ ഒരു പൊതുപ്രവർത്തനല്ലേ? ആണായാലും പെണ്ണായാലും വിളിച്ചപ്പോ എന്താ കുഴപ്പം? എന്താന്ന്? അല്ല, ആരെങ്കിലും വിളിച്ചല്ലേ ഉള്ളൂ. നീ എന്തൊക്കെയാ പറഞ്ഞു? കഴിച്ചാ? ഞാൻ ചോറ് കൊണ്ടുപോയായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? അച്ചിൻ കലത്തിയത്. എടാ, നീ ഇത് നടന്നു പോണേ? ജംഗ്ഷൻ വരാന്ന് പറഞ്ഞു. ഞാൻ എടപ്പഴി കയറിയാകുമ്പോ ഒന്നുമില്ലല്ലോ. അയ്യോ, എന്റെ മോളിൽ നിന്നൊന്നും കഴിച്ചില്ലേ? അല്ലെ വിരലും നിന്നോണ്ടിരിക്കണ്? കഴിച്ചു നാത്തോനെ. അവിടെ ചാരി നിക്കാതെ അവന്റെ ഒരു പഴയ ഷർട്ട് എടുത്ത് വെക്ക്. ഫുൾ കൈ പണിക്കിടാൻ വേണ്ടിട്ടാ തരാന്ന് പറഞ്ഞവൻ കേട്ടാ. വാടി. തുണി കഴുകാനെടുത്തേ. ഊണ് വെച്ചാ? പിന്നെ ഊണ് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാരും കൂടി ഇരുന്നല്ലേ കഴിക്കണത്, തൊഴിലുറപ്പിന്റെ. എന്താ വന്നത്? പോവല്ലേ, ഇങ്ങോട്ട് വന്നേ. പിന്നെ നാത്തൂനോട് ഏട്ടൻ അവിടെ വെച്ച് വല്ലതും പറഞ്ഞോ? കനകനോ? എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? അവനീ പറഞ്ഞ പോലെ അവൻ വണ്ണം വെക്കണ്ടെന്ന് പറഞ്ഞു. ക്ലീറ്റോനെ തിരക്കി. കാര്യമായിട്ടൊന്നും പറഞ്ഞ. ഷർട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞു. ഷർട്ട് കിട്ടിയാ? നീ നോക്കിയാ? അത് ഞാൻ നോക്കിയെടുത്ത് വെക്കാം. വേറൊന്നും പറഞ്ഞില്ലേ? എന്താടി? ഒന്നുമില്ല. എന്നാ വാ, തുണി അഴിച്ചു. അല്ല നാത്തൂനെ, ഒരു കാര്യം പറയട്ടെ. എന്താടി? നാത്തൂൻ ഇങ്ങോട്ട് വന്നേ. എന്താണ്ട് കാര്യമായിട്ട് പറയാനുണ്ട്, പറ. അതെ, എനിക്ക് നാത്തൂനോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ? നാത്തൂൻ അത് ഏട്ടനോട് പറയുമോ? എന്താ ഇനി അടുത്ത പ്രശ്നം? എല്ലാ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇത് പരിഹരിക്കാൻ ആളുണ്ടാവൂല കേട്ടാ. കൊച്ചു പിള്ളേരെ പോലെ ആവരുത് നീ. അതല്ല ഞാൻ പറയുന്നേക്ക്. നാത്തൂൻ ഏട്ടനോട് പറയുമോ? പറയൂല. പറ. സത്യല്ലേ? ഞാൻ തലത്തോട് സത്യം ചെയ്യും. ഞാൻ പറയൂല, നീ പറഞ്ഞോ? വേണ്ട, സത്യം ചെയ്യും. ഓ, സത്യം പറ. നാത്തൂനെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ നീ കാണിക്കുന്നത്? പ്രശ്നം അവിടെ അല്ല നാത്തൂനെ, ഇവിടെയാ. ഇവിടെ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നാത്തൂന് പരിചയത്തിൽ വല്ല മുസ്ലിം പെണ്ണുങ്ങളായിട്ട് അടുപ്പമുണ്ടാ? ഇതാണ് ഇത്ര വലിയ പ്രശ്നം. പിന്നെ എന്തോരം ആൾക്കാർ പരിചയമുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ അറിയാൻ പാടില്ലേ?
സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പിന്നെ എടി വീട്ടിൽ ഞാൻ തുണിയെല്ലാം ഇട്ടടി. സ്കൂളിൽ പഠിക്കുമ്പോഴല്ല, ആ ഇപ്പൊ പർദ്ദ ഇട്ട് ആരെങ്കിലും ഇവിടെ തയ്ക്കാൻ തരാൻ വരുന്നുണ്ടോ? എനിക്ക് പർദ്ദ തയ്ക്കാൻ അറിയാമോ അതിന്? പിന്നെ എങ്ങനെ പർദ്ദ തയ്ക്കാൻ ആള് വരും? നാത്തൂനെ ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നത്. എനിക്കില്ലേ കുറെ സമയമായിട്ട് ഇങ്ങനെ നെഞ്ചത്ത് എന്തോ ഇങ്ങനെ എന്തോ ഭാരം ഇരിക്കണ പോലെയൊക്കെ തോന്നുവാണ്. എന്തൊറ്റി? ഇത് ഞാൻ നാത്തൂനോട് പറഞ്ഞില്ലെങ്കിലില്ലേ നാത്തൂനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. നീ മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം പറയടി. അതെ, നാത്തൂൻ രാവിലെ തൊഴിലുറപ്പിന് പോയില്ലേ, അപ്പൊ ഞാൻ മുറ്റം അടിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പം ഒരു പർദ്ദ ഇട്ടൊരു പെണ്ണ് നമ്മുടെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ അതെങ്ങനെ? ഞാൻ ക്ലീറ്റോയും പോയി വാതിലും പൂട്ടി അവിടെ താക്കോല് വെച്ചിട്ടല്ലേ പോയി? അതൊന്നും എനിക്കറിയത്തില്ല. പെട്ടെന്ന് എന്നെ കണ്ടുടനെ തന്നെ അകത്തോട്ട് കയറി, ചാടി കയറി. Alien versus Alien.